ക്രെറ്റയെ ജനപ്രിയമാക്കിയത് ക്രെറ്റയുടെ ഡിസൈനാണ്. ക്രെറ്റ ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴും ആ ഡിസൈൻ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മാറ്റം ഫീൽ ചെയ്യുന്നത് ഫ്രണ്ടിലെ ഗ്രില്ലും സ്കിപ്പ് ലൈറ്റുമാണ്. അത് രണ്ടും തന്നെയാണ് കാര്യമായിട്ട് ഫ്രണ്ടിലേക്ക് ഉണ്ടായി മാറ്റം വരുത്തിയിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 360 വ്യൂവിൻ്റെ ക്യാമറ കാണാം. അഡാസ് ലെവൽ 2 വരുന്ന വണ്ടിയാണ് ക്രെറ്റ. അപ്പോൾ അഡാസിൻ്റെ സെൻസർ വരുന്നുണ്ട്. പിന്നെ ഹ്യുണ്ടായിയുടെ ഈ വലിയ എംബ്ലത്തിൻ്റെ പിറകിലായിട്ട് വളരെ മനോഹരമായിട്ടാണ് ക്രെറ്റയുടെ ചാർജർ കൊടുത്തിട്ടുള്ളത്. ചാർജിങ് യൂണിറ്റ് മഴ, വെള്ളം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ തന്നെ അതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വളരെ സേഫ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഡിസൈനും നല്ല മനോഹരമായിട്ട് തോന്നി. ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന വണ്ടിയാണ് ക്രെറ്റ ഇലക്ട്രിക്. ഫാസ്റ്റ് ചാർജ് വരുന്നത് DC-യിൽ 58 മിനിറ്റാണ് 80% ചാർജ് ആവാൻ വരുന്നത്. നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ഡിസ്പ്ലേയിൽ അവൈലബിൾ ആവും. നമ്മുടെ ചാർജിങ് പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. എലോയ് വീലല്ല, എയറോ വീൽ എന്നാണ് ഈ വീലിനെ ക്രെറ്റ അല്ലെങ്കിൽ ഹ്യുണ്ടായി വിളിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഒന്നും വലിയ മാറ്റമില്ല. നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ക്രെറ്റയിൽ കണ്ടുള്ള സെയിം ഇൻറ്റീരിയർ തന്നെയാണ്. ക്രെറ്റയിലെ സൈഡ് കർട്ടൻ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ഈ ഒരു യാത്രയിലാണ് മനസ്സിലായത്. കാരണം നല്ല വീലായിരുന്നു. വലിയ ഗ്ലാസ് ഏരിയയാണ് ക്രെറ്റയ്ക്ക് വരുന്നത്. ഇനി നമ്മൾ സീറ്റിലേക്ക് നോക്കിയാലും അല്ലെങ്കിൽ AC വെൻസ് നോക്കിയാലും എല്ലാം സെയിം തന്നെയാണ്. സെയിം ഡിസൈൻ അല്ലെങ്കിൽ സെയിം വണ്ടി അതേപോലെ നിലനിർത്തിയിരിക്കുകയാണ്. ക്രെറ്റയിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് ബാക്കിലെ പാസഞ്ചർക്ക് നമ്മുടെ കോ ഡ്രൈവർ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. സീറ്റിൻ്റെ പൊസിഷനും എല്ലാം അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലും വരുന്നുണ്ട്, കോ പാസഞ്ചർ സീറ്റിൻ്റെ അടിയിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് ആകെ മാറി. സ്റ്റിയറിങ്ങിൻ്റെ നടുക്ക് വരുന്ന ഹ്യുണ്ടായിയുടെ ബാഡ്ജും മാറിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വണ്ടിയുടെ ഡ്രൈവിംഗ് മോഡ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് 3 മോഡാണ് വരുന്നത്: എക്കോണമി, സ്പോർട്സ്, നോർമൽ. ഈ ഒരു ഗ്രാഫിക്സും വളരെ മനോഹരമായിട്ട് തോന്നി വണ്ടിയുടെ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ. ഇവിടെയാണ് നമ്മൾ ഡ്രൈവിംഗ് മോഡുകൾ മാറ്റുന്നത്. നമ്മുടെ ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, അതും ഡിസ്പ്ലേയിൽ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും. ആ ഡിസ്പ്ലേയും ഗ്രാഫിക്സും നല്ല രസമുണ്ട്. ടോട്ടൽ ഇൻറ്റീരിയറും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോൾ നോക്കിയാലും വണ്ടി ഡോർ തുറന്ന് നമ്മളെപ്പോൾ ഉള്ളോട്ട് നോക്കിയാലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. വണ്ടീൻ്റെ ബോണറ്റിലേക്ക് വന്നാൽ ബോണറ്റിൻ്റെ ഉള്ളിലാണ് മെയിനായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത്. എഞ്ചിനെന്ന് തോന്നിപ്പിക്കുന്ന ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വണ്ടിയുടെ പോർട്ടബിൾ ആയിട്ടുള്ള ചാർജറൊക്കെ കൊണ്ടു നടക്കാൻ പറ്റും. നല്ല വൃത്തി പാക്ക് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ്. അതേപോലെ തന്നെ ഈ ഒരു IC എഞ്ചിൻ്റെ ബാക്കി പാർട്സൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് പാക്ക് ചെയ്യാമെന്ന് തോന്നി ഇത് കണ്ടപ്പോൾ. പിന്നെ ഉള്ളത്, ഈ വണ്ടി ഒരു 31,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇപ്പോഴും ടയർ 50%-ൻ്റെ മുകളിലുണ്ട്. ഇലക്ട്രിക് വണ്ടികൾക്കൊക്കെ എപ്പോഴും പറയുന്നൊരു പരാതിയായിരുന്നു ടയർ പെട്ടെന്ന് തേഞ്ഞ് തീരാൻ നല്ലത്. പക്ഷേ ഈ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ 31,000 കിലോമീറ്റർ ഓടിയിട്ടും ടയർ 50%-ൻ്റെ മുകളിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നോർമലി ഇലക്ട്രിക് വണ്ടികൾക്ക് വരുന്ന ഈ ഒരു പ്രശ്നം ക്രെറ്റ ഇലക്ട്രിക്കിനെ ബാധിക്കുന്നില്ല എന്നാണ്. ബാക്ക് പ്രൊഫൈലും നോർമൽ നമ്മുടെ IC എഞ്ചിൻ വണ്ടികളിൽ കണ്ടത് തന്നെയാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പം സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇലക്ട്രിക്കലി ആണ് വരുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ പാനോരമിക് സൺറൂഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് മുകളിലും കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ഏരിയയെ കുറിച്ച് വണ്ടി ഓവറോൾ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വണ്ടിയിൽ ഭയങ്കരമായിട്ട് വെളിച്ചം വരും. അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് ഏരിയ ഭയങ്കര കൂടുതലാണ്. നമ്മുടെ പാനോരമിക് സൺറൂഫ് മുതൽ ഫ്രണ്ടിലെ ഗ്ലാസ് ആയാലും അതുപോലെ തന്നെ 4 പവർ വിൻഡോയുടെ ഗ്ലാസ്സുകളായാലും എല്ലാം ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉള്ളിലേക്ക് വെളിച്ചം വരും. അതിനൊപ്പം ചൂടും അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ബാക്കിലിരുന്നപ്പം ആ ഒരു ചൂടടിക്കുന്നതിന് ഈ ഒരു സൈഡ് കർട്ടൻ എത്രമാത്രം എഫക്റ്റീവാണെന്ന് മനസ്സിലായി. ഇപ്പോഴത്തെ ഈ ഒരു ഹ്യുണ്ടായിയുടെ വണ്ടികളിലും അല്ലെങ്കിൽ കിയയുടെ വണ്ടികളിലുമാണ് പൊതുവേ ഈ ഒരു സൈഡ് കർട്ടൻ കണ്ടിട്ടുള്ളത്. ഈ സൈഡ് കർട്ടൻ താത്തുമ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ് കൂടുന്നത് നമുക്ക് നോക്കിയാൽ മതി.
അത് മേലോട്ട് പൊന്തിക്കുമ്പോൾ ആ ബ്രൈറ്റ്നസ്സിൽ വന്നിട്ടുള്ളൊരു വ്യത്യാസം അത് നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ ആ കംഫർട്ടിലും കിട്ടും. വെയിലടിക്കുമ്പോൾ സൈഡ് കർട്ടൻ മേലോട്ട് പൊന്തിച്ചിടുമ്പോൾ നന്നായിട്ട് എഫക്റ്റീവാണത്. വണ്ടി അത്യാവശ്യം നല്ല പവറുണ്ട്. വണ്ടിക്ക് 171 HP പവറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 255 Nm ടോർക്കാണ്. 7.9 സെക്കൻഡാണ് വണ്ടിക്ക് 100 കിലോമീറ്ററിൽ എത്താൻ വേണ്ടി വേണ്ടത്, 100 കിലോമീറ്റർ സ്പീഡിലെത്താൻ വേണ്ടത്. ടേണിംഗ് ഒക്കെ എടുക്കുമ്പോൾ വണ്ടി നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ടേണിംഗ് ആയാലും സിറ്റിയിലായാലും അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ്, ഇനി നമ്മൾ കുറച്ചൊരു ഓവർ സ്പീഡിൽ വണ്ടി പെട്ടെന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ പോലും വണ്ടി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല റെസ്പോൺസാണ്. ഹുണ്ടായുടെ സ്റ്റിയറിംഗ് വീല് പിന്നെ പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഇയോണിൽ വരെ സ്റ്റിയറിംഗ് വീല് നല്ല റെസ്പോൺസാണ്. ശരിക്കും പറഞ്ഞാൽ 7.9 സെക്കൻഡ് ഒന്നും വേണ്ടാന്ന് തോന്നുന്നുണ്ട് വണ്ടിക്ക് 100 കിലോമീറ്ററിൻ്റെ മുകളിൽ എത്താൻ വേണ്ടിയിട്ട്. 25 ലക്ഷത്തിന് താഴെയാണ് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ഇതേ പ്രൈസ് തന്നെയാണ് പണ്ട് 2019 കൊന എന്ന് പറയുന്ന മോഡലും ഇന്ത്യയിൽ ഇവർ അവതരിപ്പിച്ചിട്ടുള്ളത്. 25.30 ലക്ഷം രൂപയായിരുന്നു 2019 കൊനക്ക് ഓൾ റോഡ് വന്നിട്ടുണ്ടായിരുന്നത്. 39.2 കിലോ വാട്ടാണ് ആ സമയത്ത് കൊനയിൽ വന്നിട്ടുള്ള ബാറ്ററി. 51 കിലോ വാട്ട് വരുന്ന ലോങ് റേഞ്ച് വരുന്ന ക്രെറ്റയുടെ പ്രൈസും 25 ലക്ഷമാണ്. അപ്പോൾ അന്ന് ആ വണ്ടി ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് അധികം സെയിലില്ലാതെ പോയത്, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങോട്ട് ആ വണ്ടി എടുക്കാൻ പഠിച്ചത്. അത് ശരിക്കും എത്രത്തോളം ശരിയാണെന്നുള്ളത് ഇപ്പം ഈ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സുമായിട്ട് ഈ ക്രെറ്റ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ ഒരു കാലത്തും അതേപോലെ തന്നെ നമുക്ക് ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തിയ ഒരു വണ്ടിയാണ് ഈ നമ്മുടെ ഐക്കോണിക് 5. 473 കിലോമീറ്ററാണ് ഈ ഒരു 51 കിലോ വാട്ട് ബാറ്ററി വരുന്ന ലോങ് റേഞ്ചിൽ ഹ്യുണ്ടായി അവകാശപ്പെടുന്ന റേഞ്ച്. 430 വരെ ARA ക്ലെയിം ചെയ്തിട്ടുണ്ട്. നോർമൽ ചാർജറിൽ 80% ആവാൻ 4.5 മണിക്കൂറിൻ്റെ മുകളിൽ സമയം എടുക്കുന്നുണ്ട്. വണ്ടി ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വണ്ടി ഇഷ്ടപ്പെടും. പറ്റുവാണെങ്കിൽ നമ്മളെല്ലാവരും വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഈ ഒരു EV എക്സ്പീരിയൻസ് അടിപൊളിയാണ്.